സർവീസസ് ഓഫേർഡ് ബൈ ഹോൾസെയിലേഴ്സ് ടു മാനുഫാക്ചേഴ്സ്. ഹോൾസെയിലേഴ്സ് മാനുഫാക്ചേഴ്സിന് എന്തൊക്കെ സർവീസസ് ആണ് ഓഫർ ചെയ്യുന്നത് എന്നാണ് ഇന്ന് ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഫെസിലിറ്റേറ്റിംഗ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. ഹോൾസെയിലേഴ്സ് ഗുഡ്സ് ബൾക്ക് ക്വാണ്ടിറ്റീസിലാണ് മാനുഫാക്ചറേഴ്സ് എടുത്തുനിന്ന് വാങ്ങുന്നത്. അപ്പോൾ അത് കാരണം തന്നെ അതിന്റെ ലാർജ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ നടത്തുന്നതിന്റെ ബെനിഫിറ്റ്സ് മാനുഫാക്ചേഴ്സിന് ഉണ്ട്. ദെൻ ബിയറിംഗ് റിസ്ക്. ഹോൾസെയിലേഴ്സ് ആയിരിക്കും എല്ലാ റിസ്ക്കും ബിയർ ചെയ്യേണ്ടി വരിക. അതായത് ട്രാൻസ്പോർട്ടേഷന്റെ കേസിലും വെയർഹൌസിന്റെ കേസിലും എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ഹോൾസെയിലേഴ്സ് ആണ് അത് ഏറ്റെടുക്കേണ്ടി വരിക. ദെൻ തേർഡ് പോയിന്റ് എക്സ്പേർട്ട് അഡ്വൈസ്. ഹോൾസെയിലേഴ്സിന് മാർക്കറ്റിൽ റീറ്റെയിലേഴ്സുമായിട്ട് കോൺസ്റ്റന്റ് ടച്ച് ഉള്ളത് കാരണം അവർക്ക് കൺസ്യൂമറിന്റെ ടേസ്റ്റ് ആൻഡ് ഫാഷൻസ് മനസ്സിലാക്കിക്കൊണ്ട് മാനുഫാക്ചേഴ്സിലേക്ക് ഇൻഫോർമേഷൻ പാസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ദെൻ ഫോർത്ത് പോയിന്റ് ഫെസിലിറ്റേറ്റ് കണ്ടിന്യൂറ്റി. ഒരു പ്രൊഡക്ഷന്റെ സമയത്ത് തന്നെ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഹോൾസെയിലേഴ്സ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അത് പ്രൊഡക്ഷൻസ് കണ്ടിന്യൂസ് ബേസിസിൽ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് മാനുഫാക്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഫിഫ്ത്ത് പോയിന്റ് ആണ് സ്റ്റോറേജ്. ഹോൾസെയിലർ ലാർജ് ഗുഡ്സ് അവരുടേതായ വെയർഹൌസിലാണ് കീപ്പ് ചെയ്യുന്നത്. അപ്പം മാനുഫാക്ചേഴ്സിന് അതിൻ്റെതായ ബർഡൻ ഒന്നുമില്ല. ദെൻ സിക്സ്ത് പോയിന്റ് ആണ് ഹെൽപ്സ് ഇൻ മാർക്കറ്റിംഗ് ഫംഗ്ഷൻ. അതായത് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ആയ മാർക്കറ്റ് റിസർച്ച്, ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൌസിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഹോൾസെയിലേഴ്സ് ആണ്. അപ്പോൾ മാനുഫാക്ചേഴ്സിന് പ്രൊഡക്ഷന്റെ ആക്ടിവിറ്റീസിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ദെൻ ലാസ്റ്റ് പോയിന്റ് ആണ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. ഹോൾസെയിലേഴ്സ് ചില കേസസിൽ അഡ്വാൻസ് പേയ്മെന്റ് ഒക്കെ മാനുഫാക്ചേഴ്സിന് കൊടുക്കുന്നുണ്ട്. അപ്പം മാനുഫാക്ചേഴ്സിന് ആ ക്യാപിറ്റലിന്റെ ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാവുന്നില്ല.